സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അന്തരിച്ച മിമിക്രി കലാകാരൻ സുധിയുടെ ഭാര്യ രേണു സുധി. റീൽസുകളും ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് ആൽബങ്ങളുമെല്ലാം ചെയ്ത് സജീവമാണ് ഇപ്പോൾ രേണു. ഇപ്പോഴത്തെ രേണു സുധി ഒരു നറുക്കെടുപ്പിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിരിക്കുകയാണ്. 500 രൂപയുടെ കൂപ്പൺ എടുക്കുന്നവരിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് മലപ്പുറത്തുള്ള 50 ലക്ഷത്തിനടുത്ത് വില വരുന്ന വീട് സമ്മാനമായി ലഭിക്കുമെന്നാണ് പ്രൊമോഷൻ വീഡിയോയിൽ രേണു പറയുന്നത്. ബൈക്ക്, സ്വർണ്ണ നാണയം തുടങ്ങിയ സമ്മാനങ്ങളും ഭാഗ്യശാലികൾക്ക് ലഭിക്കുമെന്നും രേണു പറയുന്നു. 2500 സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്നും പറയുന്നുണ്ട്. അടുത്തിടെയിൽ സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ നേതൃത്വം നൽകി നടന്ന ലക്കി ഡ്രോ പരിപാടി കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടിയ വ്യക്തിയെ സഹായിക്കാനെന്ന രീതിയിൽ 1000 രൂപയുടെ കൂപ്പണുകൾ അടിച്ചിറക്കി വിറ്റു. കൂപ്പണുകൾ വാങ്ങുന്നവരിൽ നിന്നും ഒരാളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് ലക്ഷങ്ങൾ വിലയുള്ള വീട് സമ്മാനമായി നൽകും എന്നാണ് പ്രഖ്യാപിച്ചത്. നറുക്കെടുപ്പിന്റെ വീഡിയോ പുറത്തു വന്നതോടെ ആളുകൾക്ക് സംശയങ്ങളും ഉടലെടുത്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ലക്കി ഡ്രോയുടെ സംഘാടകർക്ക് തന്നെയാണ് വീടും ജെമിനി വാഹനവും മറ്റ് സമ്മാനങ്ങളുമെല്ലാം നറുക്കെടുപ്പിലൂടെ ലഭിച്ചതെന്ന് മനസ്സിലായി. ഇത് വലിയ വിവാദമായതോടുകൂടി പാണ്ടിക്കാട് കുഞ്ഞാനെതിരെയും ജനം തിരിഞ്ഞിരുന്നു. ഇപ്പോഴിതാ സമാനമായ രീതിയിലാണ് രേണുവിൻ്റെയും പ്രവർത്തനം. മെഗാ ലക്കി ഡ്രോ എന്ന പരിപാടിയുടെ പ്രൊമോഷൻ വീഡിയോയിൽ രേണുവിനൊപ്പം നിരവധി മ്യൂസിക് വീഡിയോകളിൽ രേണുവിൻ്റെ നായകനായി അഭിനയിച്ച പ്രതീഷുമുണ്ട്. തട്ടിപ്പുകളൊന്നുമില്ലെന്നും ലൈവായാണ് നറുക്കെടുപ്പ് നടക്കുകയെന്നുള്ള വാഗ്ദാനങ്ങളും രേണുവും പ്രതീഷും വീഡിയോയിലൂടെ നൽകുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസിൻ്റെ പുതിയ രൂപമാണ് ലക്കി ഡ്രോയിലൂടെയുള്ള നറുക്കെടുപ്പെന്നാണ് അറിയാൻ കഴിയുന്നത്. വീഡിയോ വൈറലായതോടെ രേണുവിനെ വിമർശിച്ചാണ് ഏറെയും കമൻറ്റുകൾ. രേണു സുധിയും ആളുകളെ പറ്റിക്കാൻ കൂട്ടുനിൽക്കുകയാണോ എന്നാണ് കമൻറ്റിലൂടെ ആളുകൾ ചോദിക്കുന്നത്. നല്ലൊരു തുക കൈപ്പറ്റിയാണ് ഇത്തരം പ്രൊമോഷനുകൾ രേണു ചെയ്യുന്നത്. 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള രേണു ഇത്തരം പറ്റിക്കൽ പരിപാടികൾക്ക് കൂട്ടുനിൽക്കരുതെന്നും കമൻറ്റുകളുണ്ട്. രേണുവും ഈ പരിപാടി തുടങ്ങിയോ? ഒരു തട്ടിപ്പിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോഴേക്കും അടുത്തതുമായി എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നറുക്കെടുപ്പ് നിയമവിരുദ്ധമാണ്. ഇതിലാരും പോയി ചാടരുത്. ഇതെല്ലാം താങ്ങാനുള്ള ശക്തി സുധിച്ചേട്ടൻ്റെ ആത്മാവിന് ദൈവം കൊടുക്കട്ടെ. പ്രവാസികളായ ആളുകൾ കൂടുതലും ഇങ്ങനെയുള്ള ഉടായിപ്പിൽ സഹായിക്കാനുള്ള മൈൻഡിൽ പൈസ കൊടുക്കും. ഇനി പറ്റിക്കപ്പെട്ടാൽ തന്നെ കൂടുതൽ ആളുകളും പുറത്തു പറയില്ല. അതാണ് ഇത്തരം തട്ടിപ്പുകാരുടെ വിജയം. സർക്കാർ ഇതിലും വലിയ ലോട്ടറി കച്ചവടമല്ലേ നടത്തുന്നത് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. 500 രൂപയ്ക്ക് വീട് കിട്ടുമെങ്കിൽ രേണുവിനും പ്രതീഷിനും അത് വാങ്ങിക്കൂടെയെന്നും ചിലർ കുറിച്ചു. ലക്കി ഡ്രോ മാത്രമല്ല, കഴിഞ്ഞ ദിവസം മന്ത്രിയിൽ നിന്നും അവാർഡ് വാങ്ങുന്ന രേണുവിൻ്റെ വീഡിയോയ്ക്കും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ICC ഇൻഫ്ലുവൻസേഴ്സ് അവാർഡാണ് രേണു സുധിക്ക് ലഭിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസാണ് പുരസ്കാരം രേണുവിന് നൽകിയത്. എന്തിനാണ് അവാർഡ് എന്നതാണ് കമൻറ്റ് ബോക്സിൽ കൂടുതലായും ഉയരുന്ന ചോദ്യം. രേണുവിനെ പരിഹസിച്ചും നിരവധി കമൻറ്റുകളുണ്ട്. സുധിയുടെ മരണം ശേഷമാണ് രേണു അഭിനയത്തിലേക്ക് ഇറങ്ങിയത്.